إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اتقوا الله يا عباد الله. നമ്മുടെ ശ്രദ്ധയിൽ പതിയേണ്ട പല ഉപദേശങ്ങളും പലരിൽ നിന്നും കേൾക്കുന്നവരാണ് നാമൊക്കെ. അത് നമ്മുടെ മാതാപിതാക്കളിൽ നിന്നാവാം, നമ്മുടെ ഗുരുനാഥന്മാരിൽ നിന്നാവാം, നമ്മെക്കാളും മുതിർന്നവരിൽ നിന്നാവാം, നമ്മെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരിൽ നിന്നുമൊക്കെ ആവാം. എന്നാൽ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ലഭിച്ച നമ്മോട് ഏറ്റവും ഗുണകാംക്ഷയുള്ള ഒരു ഉപദേശകനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു ഉണർത്തി, ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. ഈ വചനത്തിലൂടെ അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്നത്, നിങ്ങൾ പ്രയാസപ്പെടുന്നത് സഹിക്കാൻ കഴിയാത്ത, നിങ്ങളോട് അതീവ തൽപരനായ ഒരു റസൂലാണ് നിങ്ങൾക്ക് വന്നിട്ടുള്ളത് എന്നാണ്. അതുകൊണ്ട് തന്നെ ഈ ഉമ്മത്തിലെ ഓരോ അംഗവും ശ്രദ്ധിക്കേണ്ട വിലപ്പെട്ട ഉപദേശങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് നൽകിയിട്ടുള്ളത്. ആ ഉപദേശത്തെ ഉപമിച്ചുകൊണ്ട് ഒരിക്കൽ റസൂലുള്ള പറഞ്ഞു, മസലി വ മസലുക്കും കമസലി റജുലിൻ ഔഖദ നാറ. എൻ്റെയും നിങ്ങളുടെയും ഉപമ ഒരു മനുഷ്യനെ പോലെ. അയാളൊരു തീ കത്തിച്ചു. ഫജഅലൽ ഫറാശു വൽ ജനാദിബു യഖഅന ഫീഹാ വഹുവ യദുബുഹുന്ന അൻഹ. ആ തീയിലേക്ക് പാറ്റകളും പ്രാണികളുമൊക്കെ വന്ന് വീണുകൊണ്ടിരിക്കുന്നു. ആ തീയിലകപ്പെട്ട് അവ നശിക്കരുതെന്ന് കരുതി അദ്ദേഹം അവയെ തടുത്തുകൊണ്ടിരിക്കുന്നു. ഇത് പറഞ്ഞുകൊണ്ട് റസൂലുള്ള പറഞ്ഞു, വ അന ആഖിദും ബിഹുജ്സിക്കും അനിന്നാർ. നരകത്തിൽ വീഴാതിരിക്കാൻ നിങ്ങളുടെ ഊരക്കെട്ടിന് പിടിച്ച് ഞാൻ അങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുന്നു. വ അൻതും തഫ്ലിതൂന മിൻ യദി. എന്നിട്ടും നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്നും വഴുതിപ്പോകുകയും ചെയ്യുന്നു എന്ന്. ഈ ഉമ്മത്തിലെ ഓരോ അംഗവും ശ്രദ്ധിക്കേണ്ട ഒരു വിലപ്പെട്ട ഉപദേശമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ മരണസമയത്ത് നൽകിയത്. അത് അസ്വലാ അസ്വലാ വമാ മലക്കത്ത് ഐമാനുക്കും എന്നായിരുന്നു. നിങ്ങൾ നമസ്കാരത്തിൻ്റെ കാര്യം നന്നായി ശ്രദ്ധിക്കണം. നിങ്ങൾ ഏറ്റെടുത്തിട്ടുള്ള ഉത്തരവാദിത്തം നിർവഹിക്കുന്ന കാര്യവും നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന്. അബൂദർദാ റളിയല്ലാഹു അൻഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം ഉപദേശിച്ചു, വലാ തത്റുക്ക് സ്വലാത്തൻ മക്തൂബത്തൻ മുതഅമ്മിദ. ഒരിക്കലും ബോധപൂർവം ഫർളായ ഒരു നമസ്കാരം നീ ഉപേക്ഷിക്കരുത്.
ഫമൻ തറക്കഹ മുതഅമ്മിദൻ ഫഖദ് ബരിഅത് മിൻഹു ദിമ്മ. ആരെങ്കിലും ബോധപൂർവം നിർബന്ധമായ നമസ്കാരം ഉപേക്ഷ വരുത്തുന്ന പക്ഷം അവൻ അള്ളാഹുവിൻ്റെ കാവലിൽ നിന്ന് ഒഴിവായി എന്നാണ്. അള്ളാഹു അവന് നൽകുന്ന കാവൽ അള്ളാഹു നീക്കം ചെയ്തു അതിലൂടെ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. രണ്ടാം ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തൻ്റെ ഭരണകാലത്ത് ദൂരദിക്കുകളിലുള്ള പ്രജകൾക്ക് എഴുതി അറിയിക്കുമായിരുന്നു, ലാ ഹല്ല ഫിൽ ഇസ്ലാമി ലിമൻ തറക്കസ്വല. നമസ്കാരം ഉപേക്ഷ വരുത്തുന്നവന് ഇസ്ലാമിൽ ഒരു വിഹിതവും ഇല്ല എന്ന്. അതുകൊണ്ട് തൻ്റെ പ്രജകളുടെ നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ നല്ല ഉപദേശമാണ് ഉമർ റളിയല്ലാഹു അൻഹു നൽകിയത് എന്ന് കാണാൻ കഴിയും. ഇന്നത്തെ ഈ ഖുതുബയിലൂടെ നാം നിർവഹിക്കുന്ന ഏതൊരു നമസ്കാരത്തിലും ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങൾ മാത്രമാണ് ഓർമ്മപ്പെടുത്തുന്നത്. ഒന്ന്, ഖുശൂഉ സ്വല, നമസ്കാരത്തിലുണ്ടാകേണ്ട ഭയഭക്തി. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല പറഞ്ഞു, ഫസ്വലാത്തുൻ ബിലാ ഖുശൂഇൻ വലാ ഹുളൂരിൻ കബദനിൻ മയ്യിത്തിൻ ലാ റൂഹ ഫീഹ. ഖുശൂ ഇല്ലാത്ത, ഭയഭക്തിയില്ലാത്ത, മനസ്സാന്നിധ്യമില്ലാത്ത നമസ്കാരം റൂഹറ്റുപോയ ഒരു ശവം പോലെയാണ്, ഒരു മയ്യിത്ത് പോലെയാണ് എന്ന്. അതുകൊണ്ട് തന്നെ നമസ്കാരത്തിൽ പരമാവധി റബ്ബിൻ്റെ മുമ്പിലാണ് ഞാൻ എഴുന്നേറ്റു നിൽക്കുന്നത് എന്ന ആ മനസ്സാന്നിധ്യം അതങ്ങേയറ്റം ഭക്തിയോടെ നിർവഹിക്കാൻ നമുക്ക് കഴിയണം. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. വിജയിച്ച വിശ്വാസികളുടെ അടയാളം എണ്ണിപ്പറഞ്ഞപ്പോൾ ആദ്യമായി പറഞ്ഞത് അവരവരുടെ നമസ്കാരങ്ങളിൽ ഭയഭക്തരാണ് എന്ന കാര്യമാണ്. ഒരു ഹദീസിൽ കാണാം, റസൂലുള്ളയുടെ അരികിൽ ഒരാൾ വന്നു, എന്നിട്ട് പറഞ്ഞു, ഇദ്നി വ ഔജിസ് യാ റസൂലല്ലാ, റസൂലെ ചുരുങ്ങിയ വാക്കുകളിൽ എനിക്ക് ചില ഉപദേശങ്ങൾ നൽകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 കാര്യങ്ങളാണ് ഉപദേശിച്ചത്. അതിലാദ്യം പറഞ്ഞത്, ഇദാ ഖുംത ഫീ സ്വലാത്തിക ഫസ്വല്ലി സ്വലാത്ത മുവദ്ദഇൻ. നീ ഏത് നമസ്കാരം നിർവഹിക്കുമ്പോഴും ഇതെൻ്റെ ഒടുവിലത്തെ നമസ്കാരമാണ്, ഇതെൻ്റെ ജീവിതത്തിലെ അവസാനത്തെ നമസ്കാരമാണ്, ഇനി എൻ്റെ മുമ്പിൽ നമസ്കാരമില്ല എന്ന ബോധ്യത്തോടെ നീ നമസ്കരിക്കുക. വലാ തകല്ലം ബി കലാമിൻ തഅ്തദിറു മിൻഹു ഗദൻ. രണ്ടാമത് നൽകിയ ഉപദേശം, ഇന്നൊരു വാക്ക് പറഞ്ഞ് അതാരോടാണ് പറഞ്ഞത് അവനെ വിളിച്ചത് തിരുത്തി പറയേണ്ട ഒരവസ്ഥ. എൻ്റെ ഭാഗത്ത് അങ്ങനെ വന്നുപോയി, ഞാൻ അങ്ങനെ പറഞ്ഞു പോയതാണ്, ക്ഷമിക്കണം കേട്ടോ എന്ന് തിരുത്തി പറയേണ്ട ഒരവസ്ഥ വരരുത്. മൂന്നാമത് പറഞ്ഞത്, വ അജ്മിഇൽ യഅ്സ മിമ്മാ ഫി ഐദിന്നാസ്. ജനങ്ങളുടെ കരങ്ങളിലുള്ളതിനെക്കുറിച്ച് നിരാശനാവുക എന്ന് പറഞ്ഞാൽ, ജനങ്ങളിലല്ല എൻ്റെ ആശ്രയം റബ്ബുൽ ആലമീനായ അള്ളാഹുവിലാണ്. ഞാൻ അവനോട് ചോദിക്കൂ, തേടൂ, പ്രാർത്ഥിക്കൂ. എൻ്റെ എല്ലാ കാര്യത്തിനും അവനോടാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ജനങ്ങളിലല്ല നിൻ്റെ ആശ്രയം വേണ്ടത്, അവരുടെ കാര്യത്തിൽ നിനക്ക് നിരാശയുണ്ടാവുക, അള്ളാഹുവിൻ്റെ കാര്യത്തിൽ ഒരു നിരാശയും നിനക്കുണ്ടാവരുത് എന്നതാണ്. അതുകൊണ്ട് തന്നെ നമസ്കാരത്തിൽ ഇക്കാര്യം ശ്രദ്ധിക്കണം. ഇതെൻ്റെ ഒടുവിലത്തെ നമസ്കാരമാണ് എന്ന് ഓരോ നമസ്കാരവും നിർവഹിക്കുമ്പോൾ ആ ഒരു ബോധമുണ്ടായാൽ ആ നമസ്കാരത്തിൽ ഏറെ ശ്രദ്ധ നമുക്കൊക്കെ ഉണ്ടാകും. നമ്മുടെ മുൻഗാമികളുടെ നമസ്കാരത്തിലുണ്ടായ ഒരു ശ്രദ്ധ, അത് മാത്രം ഒരു സംഭവത്തിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരിക്കൽ അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു ജനങ്ങൾക്ക് ഇമാമായി നിന്നു. നമസ്കാരം കഴിഞ്ഞപ്പോൾ അദ്ദേഹം നമസ്കാരം വളരെ ചുരുക്കിയല്ലോ, തീരെ സമയമെടുക്കാതെ നമസ്കരിച്ചല്ലോ എന്ന് പിന്നിലുള്ള ആളുകൾക്ക് തോന്നി. അപ്പോൾ അദ്ദേഹത്തോടത് പറഞ്ഞപ്പോൾ അദ്ദേഹം ചോദിക്കുന്നുണ്ട്, അലം ഉത്തിമ്മർ റുകൂഅ വസ്സുജൂദ്, ഞാൻ റുകൂഉം സുജൂദും ഒന്നും പൂർണ്ണമായി ചെയ്തിട്ടില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അവർ പറഞ്ഞു, നിങ്ങൾ അതൊക്കെ പൂർണ്ണമായി ചെയ്തിട്ടുണ്ട്, പക്ഷെ നിങ്ങളുടെ നമസ്കാരം പതിവിന് വിപരീതമായി സമയം കുറഞ്ഞിട്ടുണ്ട് എന്ന് ഞങ്ങൾക്ക് തോന്നി. ആ സമയം അദ്ദേഹം പറഞ്ഞു, അമ്മാ ഇന്നി ഖദ് ദഅഉതു ഫീഹാ ബിദുആഇൻ കാന റസൂലുള്ളാഹി യദ്ഉ ബിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാരത്തിൽ നിർവഹിച്ച ഒരു പ്രാർത്ഥനയാണ് ഈ നമസ്കാരത്തിൽ തശഹുദിൽ ഞാൻ പ്രാർത്ഥിച്ചത്. അതുകൊണ്ടാകാം നമസ്കാരം സമയം കുറഞ്ഞല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നിയത്. അപ്പോൾ ഉടനെ തന്നെ ആ
ചോദിച്ചയാളിൽ ഒരാൾ അദ്ദേഹത്തെ പിന്തുടർന്നു, നിങ്ങൾ ആ പറഞ്ഞ പ്രാർത്ഥന ഒന്ന് പറഞ്ഞു തരണം. അപ്പോൾ അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു ആ പ്രാർത്ഥന ചൊല്ലിക്കേൾപ്പിച്ചു. അല്ലാഹുമ്മ ബിഇൽമിക്കൽ ഗൈബ വഖുദ്റതിക അലൽ ഖൽഖി അഹ്യിനി മാ അലിംതൽ ഹയാത ഖൈറൻ ലി വതവഫനി ഇദാ അലിംതൽ വഫാത ഖൈറൻ ലി. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖശിയതക ഫിൽ ഗൈബി വശഹാദ വഅസ്അലുക കലിമത്തൽ ഹഖ് ഫിദ്ദില്ലാ വൽ ഗൈബ് വഅസ്അലുകൽ ഖസ്ത ഫിൽ ഫഖ്രി വൽ ഗിന വഅസ്അലുക നഈമൻ ലാ യൻഫദ് വഅസ്അലുക ഖുർറത ഐനിൻ ലാ തൻഖതി വഅസ്അലുക ദില്ലാ ബഅദൽ ഖലാ വഅസ്അലുക ബർദൽ ഐശി ബഅദൽ മൗത്ത് വഅസ്അലുക ലദ്ദത്തൻ നദ്രി ഇലാ വജ്ഹിക് വശൗഖ ഇലാ ലിഖാഇക് ഫീ ഗൈരി ളറാഅ മുളിറ വലാ ഫിത്നത്തിൻ മുളില്ല. അല്ലാഹുമ്മ സയ്യിന്നാ ബിസീനത്തിൽ ഈമാൻ വജഅൽനാ ഹുദാതൻ മുഹ്തദീൻ. ഈ പ്രാർത്ഥന ഈ നമസ്കാരത്തിൽ പ്രാർത്ഥിച്ചതുകൊണ്ടാണ് എൻ്റെ നമസ്കാരം സമയം ചുരുങ്ങിപ്പോയി എന്ന് നിങ്ങൾക്ക് തോന്നിയത് എന്നാണ്. നമുക്കെന്താ തോന്നുന്നത്? അതാണ് നമ്മുടെ ചിന്ത. നമുക്കെന്താ അനുഭവപ്പെട്ടത്? ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ടാണ് അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു നമസ്കാരം സമയം ചുരുങ്ങിയത് എന്ന്. അപ്പോൾ അവർ നമസ്കാരത്തിനെടുത്ത സമയം, ആ നമസ്കാരത്തിലെ ശ്രദ്ധ എത്രമാത്രമാണ്. ഞാൻ ഈ പ്രാർത്ഥനയുടെ അർത്ഥം ഇവിടെ കേൾപ്പിച്ചാൽ എൻ്റെ ഖുതുബയുടെ സാധാരണ സമയത്തിൻ്റെ അതിൽ കവിഞ്ഞു പോകുമെന്നതുകൊണ്ട് പറയുന്നില്ല. ഇതിൻ്റെ അർത്ഥം നമ്മൾ പഠിച്ചാൽ ആ പ്രാർത്ഥന നമ്മൾ ഓരോരുത്തരും പഠിക്കും. അത്രമാത്രം റബ്ബിലേക്ക് ഏറ്റവും അടുത്ത് നമ്മുടെ ഇഹപര വിജയത്തിന് ആവശ്യമായ അവസാനം മരിക്കുന്ന നേരത്ത് ഈമാൻ കിട്ടി മരിക്കാനുള്ള തേട്ടമാണ് ഈ പ്രാർത്ഥനയിലുള്ളത്. ഞാൻ പറഞ്ഞത് നമസ്കാരത്തിൽ ശ്രദ്ധ വേണം എന്ന് ഓർമ്മപ്പെടുത്താനാണ്. രണ്ടാമത്തെ ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, നമസ്കാരത്തിൽ വിലക്കപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് ചില ജീവികളുടെ പേരെടുത്ത് പറഞ്ഞ് അവരെപ്പോലെ നിങ്ങൾ ആവരുത് എന്ന് നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ റസൂലുള്ള വിലക്കിയതുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, നഹാനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ള എന്നോട് വിലക്കി അൻ നുക്റത്തിൻ ക നുക്റത്തിദ്ദീക്കി, കോഴി കൊത്തും പോലെ നിങ്ങൾ കൊത്തി നിസ്കരിക്കരുത്. വ ഇഖാഇൻ ക ഇഖാഇൽ കൽബ്, നായ കടക്കും പോലെ നിങ്ങൾ നമസ്കാരത്തിൽ കടക്കരുത്. വൽ തിഫാത്തിൻ കൽ തിഫാത്തി സഅലബ്, കുറുക്കൻ ഒളിഞ്ഞു നോക്കുന്നത് പോലെ നിങ്ങൾ നമസ്കാരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒളിഞ്ഞു നോക്കരുത്. 3 കാര്യങ്ങൾ വിലക്കി. ഒന്ന്, കോഴിക്കൊത്ത് എന്ന് പറഞ്ഞാൽ ഏറ്റവും വേഗം നിസ്കരിച്ചു തീർക്കാന്നർത്ഥം. അതിനെക്കുറിച്ച് റസൂലുള്ള പറഞ്ഞത് അസ്വഉന്നാസി സരിഖത്തൻ അല്ലദി യസ്രിഖു മിൻ സ്വലാത്തിഹി എന്ന് പറഞ്ഞത്, ഏറ്റവും മോശപ്പെട്ട കള്ളൻ തൻ്റെ നമസ്കാരത്തിൽ നിന്ന് കക്കുന്നവനാണ് എന്ന്. എന്താ നമസ്കാരത്തിൽ കക്കുക? റസൂലുള്ള പറഞ്ഞു, ലാ യുത്തിമ്മു റുകൂഅഹ വലാ സുജൂദഹ വലാ ഖുശൂഅഹ, നമസ്കാരത്തിലെ റുകൂഉം സുജൂദും ഖുശൂഉം അതൊന്നും പൂർണ്ണമായി അവൻ നിർവഹിക്കില്ല. അവൻ ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ നിസ്കരിച്ചു തീർക്കണം, അത് പാടില്ല. അതുപോലെ നമസ്കാരത്തിൽ നമ്മുടെ കൈയിൻ്റെ പള്ളകളാണ് സുജൂദിൽ നിലത്ത് തട്ടേണ്ടത്. കൈത്തണ്ട മുതൽ കൈമുട്ട് വരെയുള്ള ഭാഗം ഉയർന്നു നിൽക്കണം. അത് നായ അത് കിടത്തിയാണ്, അത് നിലത്ത് തട്ടിയാണ് നായ കിടക്കാറുള്ളത്. അങ്ങനെ കിടക്കരുത് എന്ന് പറഞ്ഞു. ഒരു ഹദീസിൽ കാണാം, ഇദാ സജത്ത ഫളർ കഫൈക വർഫഉ മിർഫഖൈക, നീ സുജൂദ് ചെയ്താൽ നിന്റെ കഫ്, നിന്റെ ഈ കൈ പള്ളയിൽ നീ പിടിക്കുക, നീ കൈപ്പള്ള നിലത്ത് തട്ടിക്കുക. വർഫഉ മിർഫഖൈക, നിന്റെ കൈയിൻ്റെ മുട്ടുവരെയുള്ള ഭാഗം ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുക എന്ന്. നമസ്കാരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒളിഞ്ഞു നോക്കുന്നതിനെ കുറിച്ച് റസൂലുള്ളാഹിയോട് ചോദിച്ചു, എന്താണ് അങ്ങനെ സംഭവിക്കുന്നത് എന്ന്. നമസ്കാരത്തിൽ സുജൂദിൽ നെറ്റിത്തടം തട്ടുന്ന സ്ഥലത്താണ് നോക്കേണ്ടത്. കൈ ചൂണ്ടിയാൽ, തശഹുദിൽ ചൂണ്ടിയാൽ പിന്നെ ചൂണ്ടുവിരലേക്കാണ് ചൂണ്ടി പ്രാർത്ഥിക്കേണ്ടത്. പിന്നെ എന്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകൾ ഒളിഞ്ഞു നോക്കുന്നു? റസൂലുള്ളാഹി പറഞ്ഞത്, ഇഖ്തിലാസുൻ യഖ്തലിസുഹു ശൈത്വാനു മിൻ സ്വലാത്തിൽ അബ്ദ്, ഒരാളുടെ നമസ്കാരത്തിൽ നിന്ന് ശൈത്വാൻ അവനെ തട്ടിക്കൊണ്ടു പോവുകയാണ് പരമാവധി എന്ന് റസൂലുള്ളാഹി പറഞ്ഞത് കാണാൻ കഴിയും. ഈ നമസ്കാരത്തിലെ എല്ലാ അവയവങ്ങൾ ചലിപ്പിക്കുന്ന കാര്യവും അവയവങ്ങളുടെ രൂപം വെക്കുന്നത് ഉയർത്തുന്ന കാര്യത്തിലൊക്കെ ആണും പെണ്ണും തുല്യരാണ് എന്ന കാര്യവും മനസ്സിലാക്കണം. പണ്ഡിതന്മാർ വിശദീകരിച്ചു, ഫസുന്നത്തു അൻ യർഫഅ മിർഫഖൈഹി സവാഉൻ കാന റജുലൻ അവ ഇംറഅ, ആണാവട്ടെ പെണ്ണാവട്ടെ ഈ കൈയിൻ്റെ പള്ള നിലത്ത് തട്ടുകയും മുട്ടുവരെയുള്ള ഭാഗം ഉയർത്തിപ്പിടിക്കുക എന്നത് ആണിനും പെണ്ണിനും ഒരുപോലെയാണ്. സ്ത്രീകൾക്ക് വേറെ രൂപം, പുരുഷന് വേറെ രൂപം എന്നത് നമസ്കാരത്തിലില്ല എന്ന കാര്യവും മനസ്സിലാക്കുക. മറ്റൊന്ന് റസൂലുള്ളാഹി പറഞ്ഞത്, ഇദാ സജദ അഹദുക്കും ഫലാ യബ്റുക് കമാ യബ്റുകുൽ ബഈർ,
നിങ്ങൾ ഒട്ടകം മുട്ടുകുത്തുന്നത് പോലെ നിങ്ങൾ സുജൂദ് ചെയ്യരുത്. വൽ യദൈഹി ഖബല റുക്ബത്തൈഹി, കൈകൾ കാൽമുട്ടുകൾ നിലത്ത് വെക്കുന്നതിന് മുമ്പ് നിങ്ങൾ സുജൂദിലേക്ക് പോകുമ്പോൾ കൈകൾ ആദ്യം നിലത്ത് തട്ടണം. എന്ന് പറഞ്ഞാൽ നാൽക്കാലികളാണ്, മൃഗങ്ങളൊക്കെ നാൽക്കാലികളാണ്, അവർ 4 കാലുകളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം കൈകൾ എന്നതില്ല, അവർ നാൽക്കാലികളാണ്. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യും, ആദ്യം കാലാണ് അവർ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ കിടക്കുമ്പോൾ നിലത്തേക്ക് തട്ടുക. അതുകൊണ്ട് നിങ്ങൾ സുജൂദിൽ അങ്ങനെ കാൽമുട്ടുകളല്ല ആദ്യം തട്ടിക്കേണ്ടത്, കൈയാണ്. വൽ യദൈഹി ഖബല റുക്ബത്തൈഹി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം പറഞ്ഞു. ഇവിടെ ചില ജീവികളെ എടുത്ത് ആ ജീവികളെപ്പോലെ നിങ്ങൾ ആവരുത് എന്ന് പറഞ്ഞ് നമസ്കാരത്തിൽ ഈ കാര്യങ്ങളൊക്കെ വിലക്കിയതാണ്. ഇതൊക്കെ എന്തിനാണ്? നമ്മുടെ നമസ്കാരത്തിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടിയാണ്. അതാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഇന്ന റജുല ലയുസല്ലി 60 സന, ഒരാൾ 60 കൊല്ലം നിസ്കരിക്കുന്നു, പക്ഷെ ഒമാ തുഖ്ബലു ലഹു സ്വലാത്തുൻ, ഒരു വഖ്ത് നമസ്കാരം പോലും, ഒരു നമസ്കാരം പോലും അള്ളാഹു അവനിൽ നിന്ന് സ്വീകരിച്ചില്ല. എന്താ കാരണം? ഈ പറഞ്ഞ പോലെ വിലക്കപ്പെട്ട രീതിയിലൊക്കെയാണ് നമസ്കരിച്ച് തീർത്തത്. അതുകൊണ്ട് കാര്യമായില്ല എന്നർത്ഥം. ആദ്യമായി വിചാരണ നേരിടുന്ന നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ നല്ല ഗൗരവം സത്യവിശ്വാസികൾക്കുണ്ടാകണം. നമ്മുടെ നമസ്കാരത്തെ പഠിച്ചു തന്നെ ഖുശൂഅോടുകൂടി മനസ്സാന്നിധ്യത്തോടുകൂടി നിർവഹിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അഖൂലു മാ തസ്മഊൻ വ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദ്. ജമാഅത്ത് നമസ്കാരങ്ങളിൽ ആദ്യ തക്ബീർ ഇമാമ് ചൊല്ലുമ്പോൾ തന്നെ ഇമാമിൻ്റെ കൂടെ ഉണ്ടാവുക എന്നതിന് വലിയ പ്രാധാന്യമുണ്ട്. നമസ്കാരത്തിൽ ജമാഅത്തിൽ ഇമാമ് അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ തന്നെ ഇമാമിൻ്റെ കൂടെയുണ്ടാവുക, അതിനാണ് ഏറ്റവും വലിയ സ്ഥാനം. പിന്നെ സ്ഥാനം കുറയും പിന്നീട് വന്നു ചേരുന്നവർക്ക് എന്നർത്ഥം. ഒരു ഹദീത്തിൽ കാണാം, മൻ സ്വല്ലാ ലില്ലാഹി 40 യൗമൻ ഫീ ജമാഅത്തിൻ, 40 ദിവസം ഒരാൾ ജമാഅത്തായി അള്ളാഹുവിന് വേണ്ടി നിസ്കരിച്ചു, യുദ്രിക്കു തക്ബീറത്തൽ ഊല, ആദ്യ തക്ബീർ കിട്ടുന്ന നിലക്ക്, കുത്തിബ ലഹു ബറാഅത്താനി, അത്തരം ഒരാൾക്ക് 2 കാവൽ രേഖപ്പെടുത്തപ്പെടും. ഒന്ന് ബറാഅത്തും മിനന്നാർ, നരകത്തിൽ നിന്നുള്ള കാവൽ, വ ബറാഅത്തും മിനൻ നിഫാഖ്, കാപ്പട്യം നിഫാഖിൽ നിന്നുള്ള കാവൽ എന്നാണ്. ഈ ഹദീസിൻ്റെ ഷറഹിൽ കാണാം, വ ഇദ്റാഖു തക്ബീറത്തൽ ഊല സുന്നത്തുൻ മുഅക്കദ, ആദ്യ തക്ബീർ നിസ്കാരത്തിൽ കിട്ടുക എന്നത് പ്രബലമായ ശക്തമായ സുന്നത്താണ്. ഒരു നിർബന്ധം എന്ന് പറയുമ്പോൾ എല്ലാവരും അങ്ങനെ എത്തണമെന്ന് വരും, അങ്ങനെ പറഞ്ഞിട്ടില്ല. നമസ്കാരത്തിൽ ജമാഅത്തിൽ പിന്നെയും വന്നു ചേരാം, പല കാരണങ്ങളാൽ വൈകാം. പക്ഷെ ആദ്യ തക്ബീർ കിട്ടാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തൽ, അതിന് വലിയ മഹത്വമുണ്ട്. നമ്മുടെ മുൻഗാമികളെക്കുറിച്ച് കാണാം, അഅ്മശ് റഹ്മഹുല്ലയെക്കുറിച്ച് ആളുകൾ പറഞ്ഞു, അദ്ദേഹം ഖരീബം മിൻ 70 സന, അദ്ദേഹത്തിന് 70ഓളം വയസ്സായി. ലം തഫ്തുഹു തക്ബീറത്തുലൂല, ഈ 70 വയസ്സിൽ അദ്ദേഹത്തിന് ആദ്യ തക്ബീർ, ഇമാമിൻ്റെ കൂടെ ആദ്യ തക്ബീർ നഷ്ടപ്പെട്ടിട്ടേയില്ല. സഈദ് ഇബ്നു മുസയ്യബ് റഹ്മഹുല്ല പറയാണ്, മാ ഫാത്തത്തിനി അത്തക്ബീറത്തുൽ ഊല മുൻദു 50 സന, 50 കൊല്ലമായി ഇമാമിൻ്റെ കൂടെയുള്ള ആദ്യ തക്ബീർ എനിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. ഒമാ നളർത്തു ഇലാ ഖഫാ റജുലിൻ മുൻദു 50 സന, 50 വർഷമായി ഒരാളുടെ പെരടി നോക്കി നിസ്കരിക്കേണ്ട അവസ്ഥയും എനിക്ക് വന്നിട്ടില്ല. എന്ന് പറഞ്ഞാൽ 1-ാം സഫിൽ തന്നെയാണ് ഞാൻ ഉണ്ടായിരുന്നത് എന്നർത്ഥം. ഇതൊക്കെ നമ്മുടെ മുൻഗാമികളുടെ നമസ്കാരവുമായി ബന്ധപ്പെട്ട ശ്രദ്ധയാണ്. നമ്മളും ജീവിത തിരക്കിനിടയിലാണ് മരണപ്പെട്ടു പോവുക. അതോർത്ത് പരമാവധി പരലോക വിഭവങ്ങൾ ഒരുക്കുമ്പോൾ അതിലേറ്റവും പ്രധാനം നമസ്കാരമാണെന്ന് മനസ്സിലാക്കി ജീവിത തിരക്കുകൾക്കിടയിലും റബ്ബിനോടുള്ള ബാധ്യത, നമുക്ക് ഈ ജീവൻ നൽകിയ, നമുക്ക് ഈ സമ്പത്ത് നൽകിയ, ഈ സൗകര്യങ്ങളൊക്കെ നൽകിയ തൻ്റെ റബ്ബിനോടുള്ള ബാധ്യതയാണ്. അവനോട് ഈ ദുനിയാവിൽ വെച്ചുള്ള സ്വകാര്യമായ സംസാരവുമാണ് നമസ്കാരം എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു അതിന് നമ്മെ സഹായിക്കുമാറാവട്ടെ. പല രോഗികളും വേദനിച്ച് കഴിയുന്നു. റബ്ബ് അവർക്കൊക്കെയും ശിഫയും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.
നമ്മോട് ഏറ്റവും അടുത്തിടപഴി ജീവിച്ച പല സഹോദരങ്ങളും അവരുടെ ബർസഖി ലോകത്തേക്ക് യാത്രയായി. അള്ളാഹു അവിടെ ഖബ്ർ ജീവിതം സ്വർഗീയ അനുഭൂതി നൽകി സഹായിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അഅ്തിഖ്നാ മിനൻ നാർ, അല്ലാഹുമ്മ ഇശ്ഫി മർളാനാ വർഹം മൗതാനാ യാ അർഹമർ റഹീമീൻ. അല്ലാഹുമ്മ ഇശ്ഫി മർളാനാ വർഹം മൗതാനാ യാ അർഹമർ റഹീമീൻ. اللهم اجعل قبور موتانا روضة من رياض الجنان ولا تجعل قبور موتانا حفرة من حفر النيران. ربنا تقبل منا دعاءنا وتب علينا إنك أنت التواب الرحيم. اللهم توفنا مسلمين وألحقنا بالصالحين. اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين.